നമസ്കാരം. ഇന്നിപ്പോ എന്റെ കൂടെ ഉള്ളത് റിവ്യൂവിലെ രാജാവ് ആറാട്ടണ്ണന്റെ ശിഷ്യൻ, ആറാട്ടണ്ണൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത പിൻഗാമി, റിവ്യൂവിലെ രാജകുമാരൻ അലൻ ജോസ് പെരേര AKA പ്രസംഗങ്ങളാണ്. എന്നാലും നമുക്ക് പ്രസംഗങ്ങളിൽ തന്നെ ഇന്നത്തെ വിശേഷങ്ങളും ആളുടെ വരാനിരിക്കുന്ന ഷോർട്ട് ഫിലിമുകളും അതേപോലെ തന്നെ തലതെറിച്ചവരും തലതെറിച്ച് 1, 2, 3, 4 എല്ലാത്തിനെയും കുറിച്ച് നോക്കിയിട്ട് ചോദിച്ചറിയാം. പലനെ എന്തുണ്ട് പുതിയ വിശേഷം? ഹായ്. ഹായ്. വിശേഷം ഇപ്പൊ തലകർച്ചോടെ ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു യൂട്യൂബിൽ. യൂട്യൂബില് അത് 1 lakh ആയി. റസാഖ് മട്ടാന്റെ ചാനല്, റസാഖ് മട്ടാൻ സംസ്ഥാനം. അപ്പൊ അത് ഇൻസ്റ്റാഗ്രാം ട്രോളിവുഡ് പോയി അത് 1 million കയറി. പിന്നെ കുറെ ട്രോൾസും വന്നു അതിനെതിരെ. ട്രോൾ വന്നിരിക്കുന്നത് എന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ വന്നിരിക്കുന്നത്. നമുക്കൊരു പരീക്ഷണമാണല്ലോ, നമ്മള് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ ഒരു പരീക്ഷണമായിട്ടുള്ള ലോക്കൽ ബഡ്ജറ്റിൽ ഒരു 500 രൂപ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സെറ്റപ്പാണ് ഇതൊക്കെ. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ആർക്ക് ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് എയറിലേക്ക് എത്തിക്കാൻ ഇങ്ങനത്തെ കണ്ടന്റുകൾ എത്തിക്കാൻ പറ്റും. അത് നല്ലതാണോ ചീത്തയാണെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും. അതാണ് ട്രോള് വന്നത്. സത്യമായിട്ട് നമുക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളതിന്റെ ചെറിയ ബോധമുണ്ട്. പഠിച്ചു വരുന്നതല്ലല്ലോ നമ്മള്. തുടക്കമായതുകൊണ്ട് നിങ്ങള് ഇങ്ങനെ നീ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ അത് ഇമ്പ്രൂവ് ചെയ്യും. ഷോർട്ട് ഫിലിമില് നേര്, പിന്നെ ബ്ലഡി നൈറ്റ്, അങ്ങനെ 2 ഷോർട്ട് ഫിലിം വരാൻ പോകും. നേര് മോഹൻലാലിന്റെ സിനിമയാണ്, പക്ഷെ ഇത് ഞങ്ങള് ഷോർട്ട് ഫിലിം ആയിട്ട് ഒരു തട്ടുകട ഡ്രാമയെന്ന് അർത്ഥമാക്കി നമ്മുടെ വിമൽ പത്തനാപുരമാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ക്യാമറ വിഷ്ണു ആണ്. ആറാട്ടണ്ണനുണ്ട്, അഭിനയിക്കുന്നുണ്ട്. ഞാൻ അലിൻ ജോസ് പെരേര ഉണ്ട്. പിന്നെ നമ്മുടെ മല്ലു ബോയ്സിലെ 2 പേരുണ്ട്. ഇന്റർവ്യൂ എടുത്ത സമയത്ത് അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂക്കകത്ത് ആറാട്ടണ്ണന് ഭയങ്കരമായിട്ടുള്ള എതിരഭിപ്രായമാണല്ലോ അലൻ്റെ അടുത്ത്. എന്ന് പറ്റി? പുള്ളി ഞാൻ ഷോട്ട് എടുത്ത സമയത്ത് ചില സമയത്തൊക്കെ എനിക്ക് ചിരി വരും പുള്ളിയായിട്ട് അഭിനയിക്കുമ്പോൾ. അല്ലാത്ത അധികം കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആറാട്ടണ്ണാകത്ത് അഭിനയിച്ചപ്പോ കുറച്ച് ചിരി വന്നപ്പോ ഡയറക്ടർക്ക് ദേഷ്യപ്പെടേണ്ടി വന്നു. പിന്നെ പതുക്കെ ശരിയായി. നല്ല ബന്ധങ്ങളാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ ചാനല് റീച്ച് ആകാൻ വേണ്ടി പൈസ കിട്ടാൻ വേണ്ടി അതിനെ പറ്റി കുട്ടികളുടെ പറയാനുണ്ട്. പിന്നെ 2 പേരും ബിഗ് ബോസിൽ പോണെന്നുള്ള അഭിപ്രായം പുള്ളിക്കുണ്ട്. അതുകൊണ്ടുള്ള ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. വിളിച്ചിട്ടില്ല, അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്. കിട്ടിയാ പോവും. ബിഗ് ബോസിലേക്ക് കേറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കണ്ടതല്ല. അതും ഒരു കണക്കിന് പറയാം. ബിഗ് ബോസിലേക്ക് ഉള്ള ശ്രമം എന്ന് പറയാം. അല്ല, അപ്പൊ ആരാട്ടണ്ണനൊരു വാദമുണ്ട്. അലനൊരു എന്താ പറയാ, വൈറലാകാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരാളാണ്. വൈറലാകാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും. അതൊക്കെ ഒരു സ്റ്റേജ് വരെയുള്ളൂ. അത് ശരിയാണ്. വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂല് ഒരു അഭിനയം എന്ന് തന്നെ പറയാം. അതന്നെ വൈറലാകാൻ വേണ്ടിട്ട് തന്നെയാണ്. നമുക്കൊരു സ്പേസ് കിട്ടാൻ വേണ്ടി. ഞാനൊരു പൊട്ടനായും മണ്ടനായും അത് അഭിനയമാണ് അത് കാണിച്ചത്. നമുക്ക് നമ്മുടെ ചാന്തുപൊട്ടില് ദിലീപേട്ടൻ പച്ചക്കുതിലൊക്കെ കാണിച്ചിരുന്നു. മണ്ടനായിട്ട് പൊട്ടനായിട്ട് സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ അഭിനയം ഞാൻ റിയൽ ലൈഫിൽ ഒരു തിയേറ്ററിന് മുമ്പ് വെച്ച് കാണിച്ചു എന്ന് മാത്രം. അത് ജനങ്ങള് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും, എയറിലാകുമെന്ന് അറിയാൻ മനഃപൂർവ്വം. ജനങ്ങൾ വെഡികളാണ്. എത്ര വെഡിയ ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ പോലും നാളെ നമ്മൾ പ്രസംഗം പറഞ്ഞാൽ പോലും പിന്നെയും ട്രോൾ വന്നോണ്ടിരിക്കും. അതൊരു പരിധിയില്ല. അപ്പോ അലനൊരു വിഡ്ഢിയല്ല, കാണുന്ന പ്രേക്ഷകരാണ് വിഡ്ഢികൾ. പ്രേക്ഷകരെ പിന്നെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിലർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് കാണുന്നവർക്ക്. ചിലർക്ക് വിരോധമുണ്ട്. സിനിമാക്കാർക്ക് വരെ എന്നെ കാണുമ്പോൾ അസൂയുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അവർക്ക് പൈസകൾ കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപ സിനിമ അഭിനയിക്കുമ്പോൾ കിട്ടും. എനിക്ക് ഇതുകൊണ്ട് പ്രശസ്തി മാത്രം കിട്ടുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള പ്രശസ്തി. ഭയങ്കര ഫേമസ് ആയി. അറിയാം. പിച്ചക്കാരൻ വരെ അടുത്തേക്ക് ഓടി, പിച്ചക്കാരൻ വരെ വരും അടുത്തേക്ക് ഓടി, വരെ കാണാൻ വരും അടുത്തേക്ക്. അപ്പൊ അറിയാലോ. സാധാരണക്കാരുടെ പുച്ഛമുണ്ടോ? അത് നമുക്ക് വൈറലാകാൻ വേണ്ടി ഓരോ വാക്കുകൾ പറയണല്ലേ, അത് വിവാദമാകുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പരിപാടികളൊക്കെ വെക്കുവായിരുന്നല്ലോ ഇങ്ങനെ ടോക്ക് ഷോ പോലെ.
നമ്മളറിയാം, നമ്മളൊരു ക്യാരക്ടർ അറിയാമല്ലോ ഇപ്പൊ ജനങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെ വിവാദമൊന്നും നോക്കുള്ളൂ പോകുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നു, ഞാൻ കാശുള്ള പെണ്ണിനെ കിട്ടുള്ളൂ, പിന്നെ എനിക്ക് ഇത്ര കാറ് വേണം, ഇത്ര കാലം കാറല്ല, ഇത്ര കാലം ഞാൻ പറഞ്ഞില്ല. മറ്റേ എന്തൊരു ഗിഫ്റ്റ് ആയിട്ടൊരു കാർ കിട്ടിയേക്കുള്ളത് ഞാൻ പറഞ്ഞു. ആ സാധാരണക്കാർക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇവിടെ പറഞ്ഞു. എല്ലാം അല്ല, അതില് മറ്റേ അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ താല്പര്യം എപ്പോഴും ഞാൻ പറയുന്നു. കറുത്തവണിന് ഇഷ്ടമുള്ളതല്ല, നമ്മള് മറ്റേ ഫോട്ടോ എടുക്കുമ്പോ ഒന്നിച്ചിരിക്കുമല്ലോ, എന്റെ ഒരു നിറമെങ്കിലും പെണ്ണിന് ഉണ്ടാവണമല്ലോ, അത് ഞാൻ പണ്ടനാവൂല. അല്ല, ഈ ചേട്ടൻ്റെ ഒരു നിറം, ചേട്ടൻ്റെ ഒരു നിറം അതുകൊണ്ട് ചേട്ടൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ആ ഒരു നിറമെങ്കിലും വേണം. ഭയങ്കര സൗന്ദര്യം ഒന്നല്ല, ഇരുന്നൂറാണെങ്കിലും കുഴപ്പമില്ല. നാച്ചുറൽ ബ്യൂട്ടി കാശ് വേണമല്ലോ. പിന്നെ സ്വന്തമായിട്ട് ജോലി വേണം. നമുക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകണമെങ്കിലും ഭാവിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് അതൊരു ഡാഡി അത് ഒരു കൂട്ടുന്നുണ്ട്. അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നു ആയിരിക്കും. സിനിമയിൽ ഈ അടുത്ത് ഫെബ്രുവരി 23-ാം തീയതി വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമയിൽ ചെറുതായിട്ട് ഇടി സീക്വൻസിൽ അഭിനയിച്ചിട്ടുണ്ട്. 500 അത് ആൾക്കൂട്ട സീക്വൻസിൽ പണ്ട് തുടങ്ങി ഞാൻ പോകും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അങ്ങനെ 200 പേരുടെ കൂട്ടത്തിൽ പോയപ്പോൾ അതിൽ 2 പേർക്ക് ചാൻസ് കിട്ടിയപ്പോൾ എനിക്കും ചാൻസ് കിട്ടി, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നും ഞാൻ നോക്കണില്ല. എപ്പോഴും അഭിനയിക്കുന്നുണ്ട്, ചില സീക്വൻസിൽ അത്യാവശ്യം കാണിക്കാറുണ്ട്. ഈ അലന് എന്താണ് ഷോർട്ട് ഫിലിം എന്ന് അറിയോ? ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ മെസ്സേജുള്ള സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എങ്ങനെയാണെങ്കിലും കൺവേ ചെയ്യുക അല്ലെ. അത് എന്ത് വൃത്തികെട്ട കണ്ടന്റ് ആണെങ്കിലും അത് എയറിലാക്കുക, പെട്ടെന്ന് എയറിലാക്കുക. നല്ല രീതിയിൽ ചെയ്യുന്നവരും ഉണ്ട്. ആ കൂട്ടത്തിൽ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട്. പിന്നാള് ഏട്ടായി കോഫിയൊക്കെ ഒരു കോമഡി രീതിയിൽ ചെയ്യണ ഷോർട്ട് ഫിലിം അല്ല, അതുപോലത്തെ ഒരു പരീക്ഷണം ഇത്ര. ഈ തലതെറിച്ചവനൊരു ഷോർട്ട് ഫിലിം ആണോ? എന്റെ ഷോർട്ട് ഫിലിം പാടിച്ചേക്കല, ചിലപ്പോ വീഡിയോ ബ്ലോഗോ ഇപ്പൊ 7 എപ്പിസോഡ് വരെ ആയി. ഫുൾ ലെങ്ത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ ഒരു ഷോർട്ട് അതൊരു മറ്റേ പെട്ടെന്ന് എയറിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടതാണ്. ഇപ്പൊ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് ഒറ്റ ഫ്രെയിം ആക്കി വെച്ചു. അത് മറ്റേ നാട്ടില് ഒരാൾക്ക് മാത്രമേ കോട്ടിടാൻ പറ്റുള്ളൂ, സാധാരണക്കാരന് കോട്ടിടാൻ പറ്റാത്തൊരു കഥയാണ് ആദ്യം ചെയ്തത്. അലക്സാണ്ടർ കാണുമ്പോ നമുക്ക് തിരിച്ചറിയണ്ട ഒരു ടോം ആൻഡ് ജെറി ഗെയിം എന്ന് തന്നെ പറയാന്. ഇത് മറ്റേ അങ്ങനെ കഥ എഴുതി വെച്ചിട്ടില്ല, ഓൺ ദ സ്പോട്ട് ബ്രെയിനിൽ വർക്ക് ചെയ്ത് ഉള്ള കഥയാണത്. പെട്ടെന്ന് കിട്ടിയ കഥയാണ്. റസാഖ് മട്ടാഞ്ചേരി മറ്റേ ഞാൻ റസാഖ് മട്ടാഞ്ചേരിയും കൂടിയാണ്. പുള്ളി വീട്ടിൽ വെച്ച് ചെയ്യണം. അതൊക്കെ പാട് ഫോണിൽ എഡിറ്റ് ചെയ്യണം. കാര്യം പറയാലോ. യൂക്കട്ട് എന്തോ എന്നാലും മറ്റേ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ട്രോൾ വരാനുള്ള ലക്ഷ്യം. അതൊക്കെ നമ്മളൊരു ലൊക്കേഷന്റെ കുറച്ചൊക്കെ ഇരിക്കട്ടെ എന്നോർത്ത് ഇടണം അതിനകത്ത് കൈ നിർന്ന. പറ്റൂല, എന്നാലും ഒരു പരീക്ഷണം. പരീക്ഷണ വീഡിയോ എന്ന് പറയാം. എന്നാലും ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ഒരു സംഭവങ്ങൾ. എന്തെങ്കിലും ആയിക്കോട്ടെ, ബ്ലോഗ് ആയിക്കോട്ടെ, അതൊരു ചെറിയൊരു അഭിനയമാണ്. നമ്മള് വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും വീഡിയോ ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കാണാൻ പ്രേക്ഷകരുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇടുമ്പോ തന്നെ അത് എയറിലേക്ക് എത്തുന്നതും എവിടെയൊന്നും ഇരിക്കാനും പറ്റുന്നത്. ഇപ്പോഴത്തെ ഗുരു ആറട്ടനുണ്ട്, പിന്നെ സന്തോഷ് പണ്ഡിറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാ നമ്മുടെ പല അഭിനയങ്ങളും ഏതിൽ ഷോർട്ട് ഫിലിമിലെ കണ്ടപ്പോ, ബ്ലോഗിൽ എന്ന് പറയുമ്പോൾ അതിലെ കണ്ടപ്പോ പെട്ടെന്ന് ഓർത്തത് കൃഷ്ണന്റെ അതേയും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റിലൊക്കെ അഭിനയിച്ച സന്തോഷ് പണ്ഡിറ്റിനെ എനിക്ക് ഓർമ്മ വന്നു അഭിനയം കണ്ടപ്പോ. ഇല്ല, വിളിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്.
ഇത് കണ്ടിട്ട് പുള്ളി വിളിക്കട്ടെ. വിളിക്കട്ടെ. പുള്ളി വിളിച്ചിട്ട് ചിലപ്പോ തെറി പറഞ്ഞാലോ തന്നെ, ഇതാണ് അവിടെ ഷോർട്ട് ഫിലിം, ഇതാണ് അവിടെ വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാ മറ്റേ ഉമർ ലുലു വരെ നമ്മളെ കുറ്റം പറയാറുണ്ട്, പിന്നെ സന്തോഷ് പണ്ഡിറ്റ് കാര്യം പിന്നെ പറയണം. സന്തോഷ് പണ്ഡിറ്റ് എടുക്കുന്നതാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ടല്ലോ. എന്നാലും മറ്റേ തിയേറ്റർ കണ്ടന്റ് ഇപ്പൊ ചെയ്യുന്നില്ല, അതൊരു ധൈര്യക്കുറവാണ്. ധൈര്യം തിയേറ്ററിൽ റിലീസ് ചെയ്യട്ടെ, ജനങ്ങൾ ഇപ്പോഴും കാണട്ടെ. 2 സിനിമ മാത്രമല്ല തിയേറ്ററിൽ റിലീസ് ചെയ്തത് കൃഷ്ണന്റെ അതേ സൂപ്പർ സ്റ്റാർ. എന്നാലും ജനങ്ങൾ ഇത് മറ്റേ പുള്ളിയുടെ പടം തിയേറ്ററിൽ വന്ന് കണ്ടിഷ്ടപ്പെടുന്നവർ ഉണ്ട്. സന്തോഷ് പണ്ഡിറ്റാണ് എന്നെക്കാളും നല്ലതെന്നാണ് പറയുന്നത് ഇപ്പൊ കമന്റ് ബോക്സിൽ, എന്റെ കമന്റ് ബോക്സിൽ. അപ്പൊ എന്നാലും പുള്ളിക്ക് തിയേറ്ററിൽ എന്തുകൊണ്ട് ഒരാഴ്ച കളിക്കാൻ പറ്റുന്നില്ല പടങ്ങൾ? പുള്ളിക്ക് ലാഭം യൂട്യൂബ് സോഷ്യൽ മീഡിയ പറഞ്ഞത്. എന്നാലും ഈ 5 ലക്ഷം കൊണ്ട് പുള്ളി നല്ല പൈസ ഉണ്ടാക്കിയില്ലേ? എന്നാലും പുള്ളിയുടെ ആയിട്ടുള്ള സംഭവങ്ങള് സിനിമാക്കാര് വില വെക്കുന്നില്ല ഇന്നും, മനസ്സിലായോ? സിനിമാക്കാര് അമ്മ സംഘടന അടുപ്പിച്ചിട്ടില്ല പുള്ളിനെ, അതൊരു മൈനസ് പോയിന്റാ. പുള്ളി അങ്ങനെ ലക്ഷ്യമിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. പുള്ളിനെ സിനിമാക്കാർ അംഗീകരിക്കും. ഒരു മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമയെ മാത്രമേ സന്തോഷ് പണ്ഡിറ്റ് അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ ഒരുപാട് സിനിമ ഇറങ്ങുന്നുണ്ട്, അതിൽ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് വേഷങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു പോരായ്മയല്ലേ? പുള്ളിക്ക് സ്വന്തമായിട്ട് ചെയ്ത് ഒതുങ്ങി പോകുന്നില്ലേ പുള്ളി? സിനിമ എന്ന് പറയുന്നത് എല്ലാത്തിനും കയറി അഭിനയിക്കണമല്ലോ. പുള്ളി അത്യാവശ്യം ഫേമസും ആണ്, അത്യാവശ്യം പൈസയും പുള്ളിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് അത് എന്റെ ടെക്നിക്കൽ സൈഡ് അറിയാത്തോണ്ടൊന്ന് പഠിച്ചു വെക്കണത്, ഒന്ന് സ്റ്റഡി ചെയ്യാനുണ്ട് അതിനെപ്പറ്റി. മോണിറ്റൈസ് ആയിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. റസാഖ് മട്ടാഞ്ചേരിയുടെ യൂട്യൂബില് അതില് മോണിറ്റൈസ് സെറ്റ് ചെയ്യാനുണ്ട് കുറച്ചുകൂടി. നമുക്ക് മറ്റേ എയറിലേക്ക് എത്തിക്കാം, നമുക്ക് പൈസക്ക് പിന്നെ മതിയല്ലോ. എങ്ങനെയെങ്കിലും വൈറലാണോ? നല്ല രീതിയിൽ പോസിറ്റീവ്. ബിഗ് ബോസിൽ കയറണം. ഇപ്പൊ തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, കുറച്ചു. ഏതോ ബുള്ളറ്റ് ഡയറീസ് എന്ന പടത്തിൽ മാത്രം പറഞ്ഞപ്പോ പെട്ടെന്ന് ചെയ്തു. മഞ്ചാടിക്കുരി മീഡിയയിലുണ്ടായിരുന്നു ഡാൻസ്. ചില മീഡിയക്കാര് പറയും, ചിലര് കളിക്കല്ലേ എന്ന് പറയും ചില സമയത്ത്. പിന്നെ വിവേകാനന്ദ വൈറലാണെന്ന പടത്തിലും നീലക്കുയിൽ മീഡിയയിൽ ഡാൻസ് ഉണ്ട്. അപ്പൊ പറയാറുണ്ട്. പരിധിയുണ്ട്, 4 മാസം 3 മാസം കഴിഞ്ഞിട്ട് കളിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ചില മീഡിയക്കാര് എടുക്കാറില്ല. ആവർത്തന വിരസത വരുമല്ല, നമ്മളെ കണ്ട് 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 പുതിയ ആൾക്കാരാണ് കാണിക്കുന്നത്. എങ്കിലും നമ്മുടെ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ ആർട്ടനെന്റെയും കാണിച്ചാണ് പല ഇതിലും പോകുന്നത്. ചില സമയത്ത് വെക്കാറുകൂടി ഇല്ല പത്നിയില്. ചില സമയത്തൊക്കെ പറയാറുണ്ട്, നിനക്ക് നിർത്തിയിട്ട് പോയിക്കൂടെ എന്ന് ചിലര് പറയാറുണ്ട്. തെറിയൊക്കെ വിളിക്കാറാണ് ചിലര്. നമ്മളും ചിലപ്പോ അങ്ങോട്ട് റിയാക്ട് ചെയ്ത് പോകും. ചില സമയത്ത് ചില സമയത്ത് റിയാക്ട് ചെയ്ത് പോകും. ചിലപ്പോ അനക്ഡോട്ടിലൊക്കെ ചിലപ്പോ ചില സമയത്ത് എനിക്ക് തെറി വിളിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ശരിയാ, തെറി വിളിച്ചാണ്. അത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പെടുത്താൻ നോക്കിയപ്പോ പെട്ടെന്ന് എനിക്ക് കൺട്രോൾ. താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? വാക്കുകൾ കൊണ്ട് അല്ല, പീഡിപ്പിച്ചെന്നല്ലേ പറഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ള ഒരു പീഡനം ഉണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും ചില സമയത്തൊക്കെ. വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ കാരണം നമ്മൾ പുറത്താരെയും വിളിക്കാറില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ താഴ്ത്തി ഇവരടിക്കുക മലയാള സിനിമയെ കയറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, സിനിമ ആരുടെ കയ്യിലില്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷ് പണ്ഡിറ്റ് പോലെ സിനിമ ഉണ്ടാകും. അത് പുള്ളിക്കറിയാൻ പാടുള്ളൂ. ഉദ്ദേശിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞ സാധനത്തിൽ തനിക്ക് എത്താൻ പറ്റില്ല. തനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല, അഭിനയ മികവില്ല, താനെവിടെ ഒരു കഴിവ് കാണിച്ചിട്ടില്ല. അതിന് സാധ്യത വരുമ്പോഴല്ലേ പറയാൻ സാധിക്കുന്നുള്ളൂ. അതിന്റെ ഭാഗത്ത് അടച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. അതല്ല, അതിന്റെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല. ശരിയാ. അത് അല്ലെങ്കിൽ കൂടി മനസ്സിലാക്കണം. നല്ലപോലെ അഭിനയിച്ചത് എന്തെങ്കിലും ഉണ്ടോ ഇന്നേവരെ? ഒരു ടിക്ടോക്ക് വീഡിയോയിലെങ്കിലും ഒരു മികച്ച അഭിനയം അല്ലെങ്കിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ മലയാള സിനിമയിൽ കയറാൻ പറ്റുന്നത്? ഇവിടെ കഴിവുള്ള എത്ര കലാകാരന്മാരാ സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഓടി നടക്കുന്ന, എത്ര ഓഡീഷന് പങ്കെടുത്തിട്ട് സിനിമയിൽ റോള് കിട്ടാത്ത ആളുകൾ അങ്ങനെയും കുറെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഒരു സിനിമ സാധ്യത വരുന്നത് പറയാൻ പറ്റും?
ചിലപ്പോ കിട്ടിയേക്കാം, പ്രതീക്ഷയില്ല ഓരോരുത്തരുടെ ജീവിതത്തിലേക്കുള്ള വഴിത്തരും പ്രതീക്ഷിക്കാം. യൂസ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ വരാം, ആ മനസ്സിലായോ? ആ ഇപ്പൊ അതിനെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞ ഈ പറഞ്ഞ പല ഷോർട്ട് ഫിലിം വരുന്നുണ്ട്, തന്നെ യൂസ് ചെയ്തുകൊണ്ടാ, അല്ല തന്റെ അഭിനയ മികവ് കൊണ്ടല്ല. അതല്ല മനസ്സിലായിട്ടുണ്ട്, നമുക്ക് അഭിനയിക്കാൻ അറിയാതെന്ന് പറയാറുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് പബ്ലിസിറ്റി കൊണ്ട് ചെയ്യുക എന്നുള്ളത് അതുവഴി ചിലപ്പോ വേണമെങ്കിൽ കിട്ടാം. അവിടെ എന്താണെന്നറിയോ, അലൻ അവിടെ മാറ്റേണ്ടത് എനിക്ക് അഭിനയിക്കാൻ പറ്റൂടാ, ഇതിനേക്കാളും മികച്ച അഭിനയിച്ച് കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് അങ്ങനെയുള്ള കഴിവുകൾ പ്രകടിപ്പിച്ച് വീടുണ്ടാക്കി മികച്ച അഭിനയം കാഴ്ച വെച്ചുകൊണ്ട് ഒരു ടിക്ടോക്ക് എങ്കിലും അലൻ ഉണ്ടാക്കി. അങ്ങനെയാണ് മറുപടി വേണ്ടത്, അല്ലാതെ തെറി പറയല്ല വേണ്ടത്. അതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം അലൻ. കുറെ പ്രാവശ്യം പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ആയിട്ട് താങ്കൾ ഒരിക്കലും മലയാള സിനിമയിൽ എത്താൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ ശരിയാവൂലല്ലോ. എത്തില്ലെന്നല്ല അറിയാം, അങ്ങനെ മാനസികമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. പറഞ്ഞാലേ തനിക്ക് മോട്ടിവേഷൻ ആവുള്ളൂ. തന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് താനിപ്പോ ഇതുപോലെ തന്നെ തന്നെ ജീവിക്കും. അതിന് മാറ്റം വേണ്ടേ? സിനിമയിൽ അഭിനയിക്കണ്ടേ? വേണ്ട, അതല്ലേ വലിയ ആഗ്രഹമുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലായത് വൈറലായ ഉടനെ തന്നെ സിനിമ കയറിയ പലരും ഉണ്ട്. ഇപ്പൊ ടിക്ടോക്ക് താരമായ കഴിവില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫുക്രു അവർക്കൊക്കെ ഒരു ബൈക്ക് സ്റ്റണ്ട് കാർ സ്റ്റണ്ട് ഒക്കെ ചെയ്ത് പെട്ടെന്ന് വൈറലായി. നമുക്കുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. ശരിയാ. ഇപ്പൊ ഇനി വരാനിരിക്കുന്ന ഷോർട്ടിനൊക്കെ നല്ല മികച്ച അഭിനയം കാഴ്ചവെക്കും, അതിനത് മറുപടി കൊടുക്കും, എനിക്ക് അഭിനയിക്കാൻ പറ്റും. അല്ലാതെ താൻ എവിടെ പോയാലും പറയുന്നത് തനിക്ക് അഭിനയിക്കാൻ അറിയില്ല, അങ്ങനെയാ പറയുന്നു. അങ്ങനെയിരിക്കും താൻ എങ്ങനെ ഒരു സിനിമയിൽ കയറും. ശരിയാ. ഇത് പണ്ട് പലർക്കും ഇപ്പോ ജയറാം, ദിലീപ് അങ്ങനെ പലർക്കും പണ്ട് ചെറിയ ചെറിയ സ്റ്റേജ് ഷോക്ക് പോയപ്പോ താങ്കൾക്ക് അഭിനയിക്കാൻ പറ്റില്ല നിരാശപ്പെടുത്തിയിട്ട് പതുക്കെ കയറി വന്നത് അവര്. മനസ്സിലായി. അവരിപ്പോ ടോപ്പിലാണ്. അവരെ പറയാൻ പറ്റും, എനിക്ക് യോഗ്യതയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം അവരൊക്കെ പണ്ട് കുറെ അധ്വാനിച്ചിട്ടാണ് വന്നത്, ജയറാമാണെങ്കിലും ദിലീപാണെങ്കിലും. അപ്പൊ സമയമാകുമ്പോ തെളിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ. മനസ്സിലായി. അത് ദൈവത്തിന്റെ അല്ലേ, സിനിമാക്കാരുടെ കയ്യിലും ഓരോ നമ്മള് ഒരു അഭിനയിതരെ ഇല്ല. മനസ്സിലായി. ഞാൻ ഈ തല തെറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തല തെറിച്ചവൻ തെറിച്ചവൻ ഇതെന്തത്? അതൊരു കോമഡി കോപ്രയെന്ന് തന്നെ പറയാം. അന്നത് കോമഡി ആക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതും ഇല്ല. അങ്ങനെ അത് കൃത്യമായി ചെയ്യാത്തോണ്ട് നെയ്ബേഴ്സ് ഒക്കെ അതുകൊണ്ട് ചിരിച്ചു. അത് ചിരിക്കുന്നത് തന്നെ കളിയാക്കി ചിരിക്കുന്ന അതാണ് ചിരിച്ചല്ല, ചിരിപ്പിക്കാനുള്ള കാര്യം. കളിയാക്കി ചെയ്യുന്നതല്ലേ അത്. കളിയാക്കലാണെങ്കിൽ ചിരിക്കാത്തവരുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ ഷോർട്ട് ഫിലിം കണ്ട് എന്നോട് ദേഷ്യപ്പെടുന്ന പോലെ പലരുണ്ട്, ചിരിക്കുന്ന പലരും ഉണ്ട്. രണ്ട് ക്യാരക്ടേഴ്സാണ് ഇത് കാണുന്നത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഇത് കണ്ടിട്ട് കോമഡി പോലെ ചിരിക്കുന്ന ചിരിയായിട്ടാണ് അലന് തോന്നിയത്. ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കളിയൊക്കെ ചിരിക്കുന്നതല്ലേ, എനിക്കറിയാം. മനസ്സിലാക്കണ്ടേ? എനിക്ക് മനസ്സിലായിട്ടില്ല. താനത് മാറ്റാൻ തയ്യാറാണോ നീ? ഏത്? ഇനി ഇങ്ങനത്തെ കോമാളിത്തരൊന്നും വേണ്ട, നല്ല ഒരു അഭിനയൊക്കെ ഇതൊക്കെ ഒരു പരീക്ഷണമല്ലേ? ആഗ്രഹിച്ചിട്ടുണ്ടോ മാനസികമായിട്ട്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആളുകളുടെ ഈ കളിയാക്കലും ട്രോളൊക്കെ കാണുമ്പോ പോലെ ചെയ്യണം? നമ്മളെ റിവ്യൂസിൽ മറ്റേ ട്രോളുകളോടാണല്ലോ കുറച്ചുകൂടി എയറിലായത്. അപ്പൊ സ്നേഹിക്കുന്നതാണോ? ട്രോളിയൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ നടന്മാരെ വരെ ട്രോളാറുണ്ട്. അപ്പൊ അവരാരും ശ്രദ്ധിക്കാറ്. നമ്മളെപ്പോലുള്ളൊരു സിനിമയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെന്ന് പറയാം. അപ്പൊ അങ്ങനത്തെ ഒരാളെ ട്രോൾ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിൽ കണ്ടാൽ പോലെ അവർക്കും ട്രോൾ വരുന്നുണ്ട്, സാധാരണക്കാരൻ ട്രോൾ വരുന്നുണ്ട്. മനസ്സിലായോ? നമ്മള് ഹൈപ്പിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, സിനിമയുടെ മുകളിലെത്തിയെന്നും താഴത്തെത്തിയെന്നും പറയുന്നില്ല. സാധാരണക്കാരൻ വ്യക്തിയാണ് നമ്മള്, ഒരു കോമൺ മാൻ എന്ന് തന്നെ പറയാം നമ്മള്. പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാരും നോക്കി കളിയാക്കി ചിരിക്കും, പെൺകുട്ടികളെ കളിയാക്കി ചിരിക്കും. പലയിടത്തും വന്നിട്ട് അങ്ങനെ ഒരു കോമാളിയായിട്ട് എന്നെ കാണുന്നു എന്ന് ആറാട്ടണം പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ കണ്ടിട്ട് അങ്ങനെ വലിയ ചിരിയൊന്നും കാണിച്ചിട്ടില്ല. ചെറിയ പുഞ്ചിരിയൊക്കെ ചെയ്യാറുണ്ട് ചിലര്. കളിയാക്കി ചിരിക്കാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത്രക്ക് നെഗറ്റീവായിട്ട് ഞാൻ പറയാറില്ല. പല നടിമാരായിട്ട് വിഷയങ്ങൾ ഞാൻ പറയും. ഞാൻ ആ കാര്യം പറഞ്ഞ അഭിനയിക്കാൻ എന്താണ് എനിക്ക് ഹൻറോസിനൊപ്പം താല്പര്യമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.
താല്പര്യപ്പെടാമല്ലോ. ഇത് ഈ സിനിമ ഇൻഡസ്ട്രിയാണ് ചിലപ്പോൾ കിട്ടാണ്ടിരിക്കുക. ഒരു വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാണ്ട് ഇപ്പോൾ ആർട്ടണ്ണ പോലെ എല്ലാ നടിമാരെ പുറകെ പോയി ഇഷ്ടമൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് നെഗറ്റീവ് ഇമേജ്, കോഴി ഇമേജ് ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ കുറച്ച് നിർത്തുക. ഇപ്പൊ ഏതൊരു ആങ്കറിനെ പറ്റിയൊക്കെ വരെ പറയണ്ടാവും. അതൊക്കെ നിർത്തുക. നമ്മൾ അങ്ങനെ പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ എന്നെ ആങ്കർ ചെയ്ത് എന്തോരം പേരുണ്ട്. എനിക്ക് പേഴ്സണലി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മളാരും തുറന്നു പറയില്ല. നമ്മൾ എന്തോരം പേരെ ബസ്സിൽ ഒരുമിച്ചിരിക്കും, സീറ്റില് ഒരുമിച്ച് വന്ന് പെൺകുട്ടികൾ ഇരിക്കാറുണ്ട്. അവരോടൊക്കെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. നൂറുകണക്കിന് കുട്ടികൾ വന്നിരുന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ അതിനെ കാണുള്ളൂ, ഒരു ആങ്കറിങ്ങിന്റെ സംഭവങ്ങൾ. മനസ്സിലായോ? നമുക്കും ഇഷ്ടം തോന്നും. നമ്മൾ പണ്ട് 5-6 പെൺകുട്ടികൾ പ്രേമിച്ചിട്ടുണ്ട് അങ്ങോട്ട്, വൺ സൈഡ്. അവരാരും നമ്മളത് ഇങ്ങോട്ട് തിരിച്ച് പ്രേമിച്ചിട്ടില്ല. ഇപ്പൊ റിവ്യൂ വന്നപ്പോൾ കുറെ പേര് നാളെ കല്യാണിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെനിക്ക് താല്പര്യമില്ല. തെറ്റല്ലേ? വിളിച്ചിട്ട് നാളത്തെ കേട്ടോന്ന് പറഞ്ഞ തെറ്റല്ലേ? ഞാൻ പറഞ്ഞു 2 കൊല്ലം കാത്തിരിക്കുകയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. പ്രേമിച്ചിട്ട് 22. ആ അതെ. ഞാൻ കുറച്ചുകൂടി ചോദിക്കുക, അലന്റെ ഒരു സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയാണ്? അത്യാവശ്യം മീഡിയം. കല്യാണം കഴിക്കണമെന്നാണോ അല്ലെങ്കിൽ വേറെ ഗേൾഫ്രണ്ട് ആയിരിക്കണമെന്നാണോ? എന്താണ് ആഗ്രഹം? ആദ്യം ഫ്രണ്ട്ഷിപ്പ്, അത് കഴിഞ്ഞിട്ട് മാരേജ്. അങ്ങനെ ലവ് മാരേജ് ആയിരിക്കണം. ലവ് കഴിഞ്ഞിട്ട് മാരേജ്. നമ്മളെ ഓരോ ആണിനെ പെണ്ണിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണം. അല്ലാണ്ട് ഒരു ദിവസം കണ്ട് 6 മാസം കഴിയുമ്പോ കല്യാണം, പിന്നെ കാത്തിരുന്ന് കെട്ടുന്നത് താല്പര്യമില്ല. പ്രേമിച്ച് കഴിക്കാൻ താല്പര്യം കൂടുതൽ. ഡാൻസും പാട്ടൊക്കെ അത്യാവശ്യം വീക്കൻസ് ഉണ്ടായിരിക്കണം. സിനിമയും ബ്രഹ്മം ഉണ്ടായിരിക്കും. പിന്നെ സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരിക്കണം. ഇതാണ് അലന്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം. അവിടെ പറഞ്ഞത് അവിടെ അത് ട്രോളിന് വേണ്ടി പറയണല്ലേ. നമ്മുടെ പല സംഭവങ്ങളും ട്രോള് വരാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാൽ ട്രോൾ ആകുമെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയ അങ്ങനത്തെ ഒരു കളറിനെ ആസ്തമാക്കി പറയാം, വിവാദമാവും. അങ്ങനെ പറഞ്ഞത് സത്യസന്ധമായിട്ടോ. പിന്നെ കുറെ വിവാദം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് പലരും. ഇപ്പൊ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയെ കണ്ടായിരുന്നോ? ഗ്രീഷ്മ യൂട്യൂബർ. എടാ സൂപ്പർ സ്റ്റാറെ തനിക്ക് കുളി കഴിച്ചില്ലേ എന്നൊക്കെ കണ്ടില്ലേ? ഇല്ലല്ലേ? കുറെ പേര് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ആർജു ഒക്കെ ചെയ്യുന്നുണ്ട്. ട്രോളല്ല, അത് റിയാക്ഷൻ വീഡിയോസാണ്. ട്രോള് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ. ഓരോരുത്തർ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് നമ്മളെ പറ്റി പറയുക. കുറെ പേര് പറയുന്നുണ്ട് കുറ്റങ്ങൾ. ഇപ്പൊ തൊപ്പി വരെ പറഞ്ഞു കഴിഞ്ഞ ദിവസം. തൊപ്പി അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടൊരു കാറാ, ഗിഫ്റ്റ് ആയിട്ട് വളിയിട്ട് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കാമല്ലോ. ആഗ്രഹമുണ്ട്. ഇപ്പൊ കോടികളെ സ്വീകരണം കൊടുത്ത് കെട്ടിക്കുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് കാറ് മേടിക്കും തന്നു കഴിഞ്ഞാൽ. ഗിഫ്റ്റ് ആയിട്ട് മേടിക്കും. സ്വീകരണം പറയാൻ വേണമെങ്കിൽ വരുമ്പോളേ കാർ ഓടിക്കാൻ പെണ്ണിന് ലൈസൻസും വേണം. പെണ്ണിന് അറിയണം. ഞാൻ ഓടിക്കൂല. ഞാൻ ഓടിക്കൂല. എനിക്ക് പേടിയാ, കാർ ഓടിക്കാൻ പേടിയാ. ലൈസൻസ് നടിമാരായിട്ട് പലർക്കും ക്രഷ് തോന്നിയിട്ടുണ്ട്. പേര് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കൊണ്ട്. സാനിയപ്പനോടൊക്കെ ക്രഷ് തോന്നിയിട്ടുണ്ട്. നമ്മളങ്ങനെ ക്രഷ് എന്ന് പറഞ്ഞാൽ അഭിനയത്തോടുള്ള ക്രഷ് അല്ലാണ്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ലവ് അല്ലല്ലോ. ക്രഷ് എന്ന് പറഞ്ഞാൽ അഭിനയത്തോട് ക്രഷ്. പിന്നെ ഇങ്ങോട്ട് ഇഷ്ടം ഉണ്ടായി ഭാവിയില് അങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും നമുക്കില്ല. നമ്മളൊരു ക്രഷ് പറയുക, അത്രേ ഉള്ളൂ. ഹണി റോസിനോട് ക്രഷ് ഉണ്ട്. ഹണി റോസിന്റെ ഓരോ അഭിനയങ്ങളും ഉദ്ഘാടനങ്ങളും കാണും. പിന്നെ കല്യാണി മറ്റേ അനാർക്കലി മരക്കാർ, അങ്ങനെ മറ്റേ ഇതിന്റെ സുലേഖ മനസ്സിലായി. അത് കണ്ടിട്ട് അഭിനയത്തിന്റെ ഒരു ആരാധനയും ക്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദ്ഘാടനത്തിനല്ല, കുംഭസാരത്തിലൊക്കെ അഭിനയം, ചങ്സിലെ അഭിനയം. അത് കണ്ടു. ഉദ്ഘാടനം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മികച്ച അലമ്പ. സൂസൈഡ് ലവ് ആരോടും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ കുറെ പേര് വിളിക്കാറുണ്ട്. വിളിക്കും.
വിളിച്ചിട്ട് എന്ത് സംസാരിക്കണം? കാണണം, സംസാരിക്കണമെന്നൊക്കെ പറയും, പക്ഷെ കാണാറില്ല. ചായ കുടിക്കണം, കോഫി കുടിക്കണം എന്നൊക്കെ പറയും. എന്നൊരു ഇപ്പൊ ഒരു വിവാദം വരാൻ പോകുന്നുണ്ട്, എന്നാ വരുമെന്ന് അറിയാൻ പാടില്ല. ഒരു പ്രാങ്ക് വീഡിയോ വരാൻ പോകുന്നുണ്ട്. വലിയൊരു പറയാൻ പറ്റും, പേരെടുത്ത് പറയുന്നില്ല, വലിയൊരു മീഡിയ എന്ന് പറയാ, എല്ലാ ആങ്കർ, പ്രശസ്തിയുള്ള ഒരു ആങ്കർ, നടന്മാരുടെ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർ പെൺകുട്ടി ഒരു പ്രാങ്ക് വീഡിയോയുമായി നമ്മൾ സമീപിച്ചു, പ്രാങ്ക് ചെയ്യിപ്പിച്ചു. അത് വലിയ വലിയ യൂട്യൂബ് ചാനലിൽ ഓണർ അത് ഷൂട്ട് ചെയ്ത് അവർ അഭിനയിക്കുകയും ചെയ്തു. അത് ഉടൻ തന്നെ ടെലികാസ്റ്റ് ചെയ്യും. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, നമ്മൾ പറയണമല്ലോ, പ്രാങ്ക് ആണ്. അതിനെ നമ്മളൊന്ന് മര്യാദക്ക് നിൽക്കുകയാണ്. ആ പെൺകുട്ടി പെട്ടെന്ന് വീഡിയോക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ പറ്റി കുറ്റം പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ പ്രാങ്ക് ആയിട്ട് അവസാനം പ്രാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാങ്ക് എന്ന് പറയുമ്പോഴില്ല, പറയണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് നാളെ വിവാദമായി കഴിഞ്ഞാൽ അതിലെന്തോ അരിഞ്ചോസം എന്തോ പെണ്ണിനെ പീഡിപ്പിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ നിൽക്കുകയല്ലേ. നമ്മളൊരു മറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വീഡിയോ എടുപ്പിച്ച മനസ്സിലായി. മറൈൻ ഡ്രൈവില് അവസാനത്തെ പ്ലേസിൽ പോയിട്ട് പെട്ടെന്ന് അല്ല. ഇപ്പോ അലനിപ്പോ റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂസിലെല്ലാം ഇവിടെ ഫാദർ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഫാദർ ഭയങ്കര ഇക്കാര്യത്തിൽ ഇപ്പൊ അലന്റെ ഈ കോപ്രായങ്ങൾക്കും ഈ കാണിക്കുന്ന ഫേക്ക് കൂട്ടുകൾക്കും ജനങ്ങളെ വീട്ടുകളാക്കുന്ന ഈ പരിപാടികൾക്കെല്ലാം അച്ഛൻ കൂട്ടു നിൽക്കും. എല്ലാത്തിനും ഒന്നും കൂട്ടുവയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എതിരഭിപ്രായം പറയൂ. സ്വന്തമായിട്ട് പണിക്ക് പോകണമെന്നൊക്കെ പറയാം, പക്ഷെ നമുക്കൊരു സാധാരണ ലോക്കൽ പണികളൊന്നും നമുക്ക് ചെയ്യാനുള്ള മനഃശക്തി ഇല്ലല്ലോ. നമുക്ക് ഒരു അറിയാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പണികൾ ചെയ്യുക, അതിനുള്ള എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ്. അപ്പൊ ആ എഡ്യൂക്കേഷനിലേക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് അത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല IT ഫീൽഡിലേക്ക്. അപ്പോൾ അതിലേക്കുള്ള ശ്രമങ്ങളുണ്ട്. ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞുള്ള IT ഫീൽഡിന്റെ ഓരോ ടെക്നിക്കൽ സൈഡ് പഠിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു സമയമുണ്ടല്ലോ, അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു വെൽ ക്വാളിഫൈഡ് ജോലി കിട്ടൂലല്ലോ കറക്റ്റായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് കടന്നു തന്നെ അടുത്ത വർഷം ഇടും. അത് കഴിഞ്ഞിട്ട് പതുക്കെ മറ്റേ IT ഫീൽഡിലെ ജോലികളിലേക്ക് നോക്കും. അലന്റെ ഇപ്പൊ അലൻ സ്വയം പറയുന്ന ഈ ഷോർട്ട് ഫിലിമിനകത്ത് ഫാദർ അഭിനയിച്ചിട്ടുണ്ടോ? തലതെറിച്ചവനിൽ മാത്രമല്ല, അതിനു മുമ്പ് ലോറൻസ് പെരേരൻ ബഹറിൻ എന്ന ഷോർട്ട് ഫിലിമും ഇറക്കിയത്. ഞാൻ കണ്ട പുള്ളി നടക്കുന്നു, ഇരിക്കുന്നു, ആരുടെയൊക്കെ സംസാരിക്കുന്നു. പുള്ളി എപ്പോഴും എടുത്തൊരു വീഡിയോ എടുത്തിട്ട് ഞാനെന്റെ ഷോർട്ട് ഫിലിം പറയല്ലേ. അതൊക്കെ കഥയുണ്ടല്ലോ അതിനകത്ത്. കഥയെന്ന് വെച്ചാൽ അതൊരു മറ്റേ ഗൾഫിൽ ഒരു തയ്യൽക്കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു സൂപ്പർ സ്റ്റാർ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനടുത്താണ് ഞാൻ ഷോർട്ട് ഫിലിം ആക്കിയത്. പുള്ളിന്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത്. അതിന്റെ ലെങ്ത് കുറച്ചൊക്കെ കുറവാണ്ട് അധികം ട്രോൾ പോകുന്നില്ല, എന്തോ വീഡിയോ ക്വാളിറ്റി കുറവായിരുന്നു. പുള്ളിന്റെ അടുത്ത് തന്നെയല്ലേ, പുള്ളിന്റെ ആൾക്കാരെ കൊണ്ട് അടുപ്പിച്ചു തന്നെയല്ലേ, പ്രൊഡ്യൂസ് ചെയ്യണല്ലേ. ഭക്ഷണം മേടിച്ചു കൊടുക്കാനാണ് പ്രൊഡ്യൂസിങ്, വലിയ കാശൊന്നുമില്ല. അഭിനേതാക്കളൊക്കെ പുള്ളിയുടെ റൂമിൽ തന്നെയുള്ള വർക്കേഴ്സ് ആണല്ലോ. അപ്പൊ അവർക്കും സപ്പോർട്ടാണ്, പിന്നെ ഗൾഫിലെ ആളുകൾ സപ്പോർട്ടാണ്. അറബികളൊക്കെ ഒരു കുറെ പേരൊക്കെ അഭിനയിക്കണ്ട, അതിനകത്ത് കുറെ പേരൊക്കെ ഫുട്ബോൾ കളിക്കാരൊക്കെ കുറെ പേരുണ്ട്. ഇങ്ങനെ കുറെ ഇത് തലവസരമാണ് കുറച്ച് കേരളായത് എന്ന് പറയാം. ജനങ്ങളെ കോമാളിത്തരം കുറച്ചുകൂടി കാണിച്ചപ്പോഴാണ് കുറച്ചുകൂടി. അച്ഛനും സിനിമയിൽ അവർക്ക് നായകനായി അഭിനയിക്കാൻ പറ്റില്ലെന്ന് അറിയാം, എങ്കിലും ഒരു ക്യാരക്ടർ വേഷം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു ഇതില് സീരിയലില് പണ്ടാണ്, അതിന്റെ ഭാഗങ്ങളൊന്നും ഇപ്പൊ യൂട്യൂബിലില്ല. പണ്ടാണ് ദൂരദർശനൊക്കെ ഉള്ള സമയത്ത് മികാലിന്റെ സന്തതികള്, പിന്നെ സർക്കാർ ഡ്രൈവിംഗ് സ്കൂൾ, അങ്ങനെ കുറെ സീരിയലിലൊക്കെ അഭിനയിച്ചു. പിന്നെ കിരീടമില്ലാത്ത രാജാക്കന്മാര്, പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ മാലിക്, അതിൽ അഭിനയിച്ചു. ഞാനാണ് അവസരം കൊടുത്തത്. അങ്ങനെ കുറച്ച് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പഞ്ചായത്ത് ജട്ടിയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. മനോരമക്കാർ ചെയ്യുന്നു. തന്റെ ഫാദർ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണ് ഇങ്ങനെ അഭിനയിക്കാൻ, അല്ലെങ്കിൽ തലകർച്ചവനിൽ ഞാൻ നിർബന്ധിച്ചിട്ട് അഭിനയിച്ചാണ്. ഞാൻ ചെറിയൊരു ഇടിയെ കൊടുത്ത് അവതരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി അഭിനയിച്ചു. എനിക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി വേണം, അതുകൊണ്ട് അച്ഛൻ വന്നാലേ കയറുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ട്, അച്ഛൻ കൂടി വരണം. ചെറുതായിട്ട് ഇടിയൊന്നും ഇങ്ങനെ തല്ലി, അല്ലാണ്ട് വലിയ വലിയ കാര്യമായിട്ടുള്ള ഇടിച്ച് അതല്ല വിവാദം. അധികം ഞാൻ പറഞ്ഞു, ചെറിയൊരു തല്ലു കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് വീട്ടില് തല്ലുപിടിക്കാറുണ്ട് അപ്പനും മകനുമായിട്ട്. അപ്പൊ ആ ഒരു സെൻസിൽ എടുത്താൽ മതി, അല്ലാണ്ട് വിവാദമായിട്ടുള്ളൊരു കലഹമല്ല വീട്ടിലൊക്കെ സംഭവിക്കുന്നത്.
പക്ഷെ അച്ഛനത് ഇങ്ങനെ കോമളി കേൾക്കുന്നതാണ്. അച്ഛന് കുറെ ഇഷ്ടോടൊക്കെ വന്നപ്പോ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ റിവ്യൂ മേഖലയിലും വന്നു പുള്ളി. മലയക്കോട്ടെ ഫാലിബന്റെ റിവ്യൂ പറഞ്ഞു. മറ്റേ ഫിലിം ഫാക്ടറിയിലും സെല്ലി പോസ്റ്റിലൊക്കെ റിവ്യൂ വന്നു. മഞ്ചാടിക്കുരു മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് റിവ്യൂ. അതെ അതെ അതെ, ഞാൻ കൊണ്ടുവന്നാണ് ഈ ഫീൽഡിലേക്ക്. ഇനിയിപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഫാദർ വന്ന് റിവ്യൂ പറയും. അത്യാവശ്യം ഇനിയിപ്പോ 23-ാം തീയതി വരെ പടത്തിന് റിവ്യൂ പറയും. അത് കഴിഞ്ഞ് മുടക്കി ഗൾഫിലേക്ക് പോകും. ഇത്രയും സമയം സത്യസന്ധമായിട്ടുള്ള മറുപടി അതിനടുത്ത് പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള ഇന്റർവ്യൂസിലൊക്കെ അലൻ എന്തൊക്കെയോ മറച്ചു പിടിച്ചു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്റെ അടുത്ത് സത്യസന്ധല്ലേ പറഞ്ഞേക്കുന്നത്? ഗൗരവമായിട്ടൊക്കെ ചോദിക്കും, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം പറയൂ. എന്റെ ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ ഹേർട്ടായിട്ടുണ്ടോ? ഹേർട്ടായിട്ടുണ്ടോ എന്റെ ചോദ്യങ്ങൾ? ഇല്ലല്ലോ. ഹേർട്ടില്ല, കുഴപ്പമില്ല. കേട്ടിരിക്കാൻ പറയാം, ഉത്തരങ്ങൾ പറയാൻ പറ്റും. ഉത്തരം പറയാൻ പറ്റും. അപ്പൊ എന്തായാലും സന്തോഷമല്ല. ഇനിയും എനിക്ക് പറയാനുള്ളത്, എനിക്ക് അതിനടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ സ്വയം കോമാളിയാവുന്ന പരിപാടി അതിൽ നിന്ന് നിർത്തി കഴിഞ്ഞാൽ, നല്ലപോലെ ഒരു അഭിനയം ഇതൊക്കെ അയച്ചു കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിനിമയിലോട്ട് വിളിക്കും. സിനിമയിലോട്ട് വിളിക്കാൻ അല്ലെങ്കിൽ ഒരു സാധനം ഇവിടുന്ന് കാഴ്ച വെക്കൂ. എന്റെ അഭിപ്രായം കേട്ടോ. ഈ കോമാളിത്തരം തലപ്പാവൊക്കെ അയച്ചു വെച്ചുകൊണ്ട് അവിടെ വന്ന് റിവ്യൂ പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് റിവ്യൂ പറയാം. തോന്നുന്നു ഞാൻ കോമളായി പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ ബാന്തലൊക്കെ റിവ്യൂ പുള്ളി മറ്റേ തിയേറ്റർ വന്ന് നിർത്തി. വീഡിയോ കണ്ടായിരുന്നു. തിയേറ്റർ ഓണർ തന്നെ അവിടെ ഓടിക്കുന്നത്. ഡാൻസ് കളിച്ചൊന്നുമില്ല, വെറുതെ റിവ്യൂ ഒച്ചത്തിലാ പറഞ്ഞത്. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒച്ചിട്ട് പറയുമ്പോ അപ്പുറത്ത് വേറെ ടീം വീഡിയോ എടുക്കുന്നുണ്ട്. അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. തന്റെ ശബ്ദം അതിനകത്ത് കയറി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിനെ തിരുത്തിയ വിവാദമൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളിനെ കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത് ചേട്ടൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു. തന്നെ കൊണ്ടിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. താരിങ്ങനെ കോമാളിയായിട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരെ കൊണ്ട് ജീവിക്കാൻ പറ്റും. ജീവിക്കാൻ പറ്റും, ശരിയാണല്ലോ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ അവസാനമായിട്ട് റിവ്യൂ വൈറലായത്, സോമന്റെ കൃതാവ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിമ്മായിരുന്നു. വിനയ് ഫോട്ടോയിലുള്ള കൂടെയുള്ള ഡാൻസ്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ നോക്കിയപ്പോ ഒന്നുമില്ലാന്ന് റസാഖ് മട്ടാഞ്ചേരി തലകർച്ചവനായിട്ട് വന്നത്. അത് ചെയ്തപ്പോ തന്നെ ഒരു 3 മീഡിയക്കാർ വിളിച്ചു. അത് വൈറലായെന്ന് പറഞ്ഞാണ് വിളിച്ചത്. നമ്മൾ വിളിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തപ്പോ അത് വൈറലായി. അതിന് നന്ദിയുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇനി ബിഗ് ബോസിൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോ ലാലേട്ട, നമ്മുടെ ഏഷ്യാനെറ്റ് മാധവനണ്ണ ബിഗ് ബോസിലേക്ക് എന്നെ വിളിക്കണം പ്ലീസ്. ബിഗ് ബോസിൽ കൊണ്ടുപോകണം. കള്ളം പറയോ ബിഗ് ബോസിനകത്ത്? കള്ളം പറയാൻ കള്ളം പറയില്ലേ? കള്ളം പറയുന്നില്ല. അവിടെ പോയാ പ്രേമിക്കേണ്ടി വരും. ഞാൻ പ്രേമരോഗിയാ. ആറട്ടെണ്ണ പോലെ അല്ല, എന്നാലും പെട്ടെന്ന് പെണ്ണുങ്ങളെ കാണാൻ ഇഷ്ടം തോന്നും എനിക്ക്. പിന്നെ ഞാൻ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന കാരണം പിന്നെ വിവാദമായി, പിന്നെ പോലീസ് കേസ് കണ്ടോന്ന് ഓർത്ത് ഞാൻ പറയാത്തതാ. എനിക്കെല്ലാടും തോന്നും, പിന്നെ ഞാൻ അത് പറയാറുണ്ട്. ആറട്ടെണ്ണം ഒരു എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്വഭാവക്കാരന്. നമ്മൾ ഇവിടെ പറഞ്ഞ കേട്ട അപ്പുറത്ത് തന്നെ പറയും. അപ്പൊ പുള്ളി തോന്നുന്നു ഒരു മീഡിയ ലെവലിൽ നിൽക്കുമ്പോ പുള്ളിക്ക് നടിമാരോട് ഇഷ്ടം തോന്നും, ആങ്കേഴ്സിനോട് ഇഷ്ടം തോന്നും. പുള്ളി അപ്പൊ തന്നെ വിളിച്ചു പറയും. നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാം ഉള്ളി വെക്കും. നമ്മളെ ഇഷ്ടം നോക്കാൻ മനസ്സിൽ വെക്കും. എന്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അലന്റെ ആഗ്രഹം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. വിവാദമാവണം, വൈറലാവണം, ട്രോളാവണം. പതുക്കെ സിനിമ കയറണം, പതുക്കെ ക്യാരക്ടർ കയറണം. കോമാളിത്തര ക്യാരക്ടർ അങ്ങനെ ചെയ്ത് പതുക്കെ പതുക്കെ മാറി മാറി ചെയ്യും. എന്തായാലും അലന്റെ ഇഷ്ടം തുടർന്നോളൂ. ഞാൻ അഭിപ്രായം പറഞ്ഞു. പട്ടനാട്ടം ഭ്രാന്തനാട്ടൊക്കെ അഭിനയിക്കല്ലോ സിനിമയിലൊക്കെ. ജനങ്ങൾ വിഡ്ഢികളാക്കരുത്. പണ്ടൊരു ഡോക്ടർ പേഷ്യന്റ് എന്ന സിനിമ ഇറങ്ങിയിരുന്നു. അതിലെ അഭിനയമൊക്കെ അത്ര പോരെന്ന് എനിക്ക് തോന്നണം. അതെ, അഭിനയിച്ചിട്ടില്ല. ജയസൂര്യൊക്കെ അഭിനയിച്ചത് അതേപോലെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റും. ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ പറ്റും. പ്രാക്ടീസ് ചെയ്യണം, ശ്രമിക്കണം. അല്ലാതെ എങ്ങനെ സിനിമയിൽ കയറുന്നത്? ശ്രമിക്കണം. ശ്രമമാണ് വിജയത്തിലേക്ക്. അല്ലല്ല, സിനിമ എന്നെക്കാളും മുകളിലാണ്, പക്ഷെ എത്താപ്പെടണം. അമ്മയിലെത്തിപ്പെടണം. അമ്മയിൽ എത്രക്ക് താൻ 4-5 പടത്തിൽ അഭിനയിക്കുകയും ചെയ്യണം, ലക്ഷങ്ങൾ അവിടെ കിട്ടുകയും ചെയ്യണം. അതിന് പറ്റുമല്ലേ? ആണെങ്കിൽ ആദ്യം ഒരു നല്ലൊരു ചവിട്ടുപടി ഉണ്ടാക്കി വെക്കണം. ഇങ്ങനത്തെ ഒരു പോക്കാണെങ്കിൽ അതിന് കിട്ടാൻ പറ്റിയ പ്രയാസമായിരിക്കും. എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മളെ
ഫേമസ് ഉണ്ടാവും, ഫെയിം ഉണ്ടാവും. പക്ഷെ നല്ലൊരു സിനിമയിൽ കിട്ടുമായിരിക്കും ചില. ഞാൻ പറഞ്ഞ നല്ല സിനിമയിൽ കിട്ടണമെങ്കിൽ നല്ലൊരു കഥാപാത്രം, ക്യാരക്ടറുള്ള നായകനെ കിട്ടണം. പതുക്കെ പതുക്കെ കിട്ടി വരണം. ട്രൈ ചെയ്യണം. അല്ലാണ്ട് പറ്റും. അല്ലാണ്ട് കൂടെ പറ്റായികയൊന്നുമില്ല. ഇത്ര കൂടെ പറ്റിയല്ലോ. ഇത് കാണുന്ന ഡയറക്ടേഴ്സ്മാർ നമ്മുടെ കോമാളിത്തരം മാറ്റി വെച്ച് നമുക്കൊരു എന്താണ് പറയുക, ഒരു സ്കില്ലായിട്ടുള്ള ഒരു സംഭവങ്ങൾ ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അഭിനയം കാണിക്കാം. സ്വയം ചെയ്യണത് 22 വയസ്സിലായിട്ടും ഒരുപാട് കിടക്കുകയല്ലേ. നമ്മളൊക്കെ ഒരു എക്സ്പ്രഷൻ മറ്റേ ഒരു എന്താ പറയാ, ഇപ്പൊ സിനിമ മേഖല രണ്ടുപേരുണ്ടല്ലോ, മാത്യു തോമസ്, നെസ്ലി തോമസ്. അവരുടെ ഒരു വഴിയുള്ളതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചത്. അവര് സിനിമയിലുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ. അപ്പൊ അവരെ പോലെ എത്തിപ്പെടാൻ പറ്റുമെന്നാണ് എന്റെ ആഗ്രഹം, പറ്റണമെന്ന്. അതിനാണ് റിവ്യൂ പറഞ്ഞ് പതുക്കെ പതുക്കെ കയറാൻ ശ്രമിച്ചത്. അത് വിജയിച്ചു. സിനിമയിലേക്ക് എത്തണത് പതുക്കെ പതുക്കെ നോർമൽ വഴിയിലൂടെ ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ ബാക്ക്വേർഡായി പോയേക്കാം. എന്നാലും റിവ്യൂ വഴി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം സിനിമയിൽ എത്തിയാൽ പോലും കിട്ടാത്തത്രയും ആളുകൾക്കിടയിലുള്ള സ്വീകാര്യത ഇതിലൂടെ കിട്ടി. ഇനി ഇന്റർവ്യൂ ഇല്ല. അത് സോറി, അനക്ഡോട്ടില് പേരെന്താ ധനഞ്ജയോട് മാപ്പ് പറയുന്നു. പെട്ടെന്ന് എന്റെ വഴിയിൽ നിന്ന് തരുമെന്ന്. എന്നാലും ഇതിൽ പറയണം, ധനഞ്ജയോട് മാപ്പ് പറയുന്നു. ഓക്കെ, ധനഞ്ജയോട് മാപ്പ് ഇങ്ങനെയല്ല പറയണ്ടോ. ഞാൻ സന്തോഷം സംസാരിച്ചത്. ഇനിയും നല്ലൊരു ഉയർച്ചയിലെത്തട്ടെ, നല്ല സിനിമകളിൽ കയറി പറ്റട്ടെ. സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം സാഫല്യമാകട്ടെ. അലന് ആഗ്രഹിച്ച പെൺകുട്ടീനെ അലന് ലഭിക്കട്ടെ എന്നൊക്കെ. അപ്പൊ ഇതുവരെ സംസാരിച്ചതിൽ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം.